ആര് തങ്ങള് പറഞ്ഞു, ഫാത്തിമ ഞാനൊരു വഴി പറഞ്ഞു തരാ, നമുക്ക് സ്വന്തമായിട്ട് മാറാൻ ഞാനൊരു വഴി പറഞ്ഞു തരാം. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അലിയാര് തങ്ങള് പറഞ്ഞു, ഫാത്തിമ വാപ്പാന്റെ അടുക്കൽ പോകണം, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ചെന്നിട്ട് നീ പറയണം, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ചെന്നിട്ട് നീ പറയണം, അല്ലാഹുവിന്റെ റസൂലിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്വഹാബിയാണ് ഹാരിസത്ത് ബിൻ നുഅ്മാൻ. ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബിക്ക് രണ്ട് വീടുണ്ട്. ഒരു വീട് ചുമ്മാതെ കിടക്കുകയാണ്. നീ നബിതങ്ങളോട് ചെന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചാൽ ആ സഹാബി ആ വീട് നിനക്ക് തരും, നമുക്കവിടെ സന്തോഷത്തോടെ ജീവിക്കാം. അതുകൊണ്ട് നീ ചെന്നിട്ട് നബിതങ്ങളോട് പറയടേ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ മനസ്സില്ല മനസ്സോട്, ഭർത്താവ് പറഞ്ഞതാണല്ലോ, മനസ്സില്ല മനസ്സോട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. വാപ്പ മകളെ കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേൽക്കുകയാ. പെൺമക്കളുള്ള ഉപ്പമാര് കേട്ടോ, അല്ലാഹുവിന്റെ പ്രവാചകന് ഫാത്തിമ ബീബി വന്ന നബിതങ്ങൾ എഴുന്നേറ്റ് നിൽക്കും. വാപ്പാ, അല്ലാഹുവിന്റെ റസൂല് തന്റെ പൊന്നാര മകളായ ഫാത്തിമ വന്ന നബിതങ്ങൾ എഴുന്നേക്കുമായിരുന്നു, എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുമായിരുന്നു. ഇത് പൊന്നുമകള് വരുമ്പോ അല്ലാഹുവിന്റെ റസൂല് എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു, നബിതങ്ങളെ ചുംബനം കൊടുക്കുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമകളോട് ചോദിച്ചു, എന്തേ ഫാത്തിമ? വാപ്പാ, ഞാനൊരു കാര്യം പറയാമെന്നതാ. വാപ്പയോട് ഫാത്തിമ ബീബി പറയുകയാ, എന്റെ ഭർത്താവ് പാവപ്പെട്ടവനാണെന്നറിയുമല്ലോ, വാപ്പാ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ്, ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടില്ല വാപ്പാ. വാപ്പയുടെ വാപ്പാനെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബിക്ക് രണ്ട് വീടുണ്ട് വാപ്പാ. ഒരെണ്ണം ചുമ്മാതെ കിടക്കുകയാണ്, ഒരെണ്ണം വെറുതെ കിടക്കുകയാണ്. വാപ്പ ചോദിച്ചാൽ ആ സ്വഹാബി തരുമല്ലോ, എനിക്കൊന്ന് ചോദിച്ചു വാങ്ങിച്ചു തരുമോ വാപ്പാ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ നബിതങ്ങളോട് ചെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് കരയുകയാ.